ഹലോ വെൽക്കം ടു ന്യൂമിക്സ് ലേണിംഗ്സ്. അഫീഫ് അലിയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ റിവിഷൻ സീരീസിലെ 16ാമത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ SSLC മാത്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാമത്തെ ചാപ്റ്ററായ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് SCERT മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കാരണം പുതിയ സിലബസ് ആണ്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നതിൽ ഒരു പരിധി വരെ നമുക്ക് പരിമിതികളുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ് SCERT അവരുടെ സൈറ്റിൽ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കോർഡിനേറ്റ്സും അതുപോലെ ജോമെട്രി ആൻഡ് ആൾജിബ്ര, ജ്യാമിതിയും ബീജഗണിതവും ക്ലബ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അധികവും കണ്ടത്. പക്ഷേ അതിൽ നിന്ന് നമ്മുടെ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ചാപ്റ്റർ, അതായത് 11ാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. സെറ്റാണല്ലോ? അപ്പൊ കോർഡിനേറ്റ്സ് ആണല്ലേ ഈ കാണുന്ന നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉള്ള നമ്മുടെ പൊസിഷൻ, GPS അടക്കം നമ്മുടെ ലൊക്കേഷൻ എല്ലാം കണ്ടെത്തുന്നതിന്റെ ബേസിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്തിനാ പഠിക്കുന്നത് എന്ന് ചോദിക്കരുത്. ഇത് പഠിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. ആ ഗുണങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ മേഖലകളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു സിമ്പിൾ ബേസിക്സ് മാത്രമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. സെറ്റാണല്ലോ? അങ്ങനെയെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ പോയിന്റ്സ് ബിലോ on the line through 2, 5 parallel to x-axis. 2, 5 എന്ന ബിന്ദുവിലൂടെ x അക്ഷത്തിന് സമാന്തരമായി ഒരു വര വരക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്ന ഏതു ബിന്ദുവിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്? എടാ, ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി 2 വര വരയ്ക്കണമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്നിട്ട് 2 പോയിന്റ് അടയാളപ്പെടുത്തുകയാണ്. ഏതാണ് നമ്മുടെ പോയിന്റ്? 2, 5 ആണ്. അതായത് എക്സിൽ 2 ഏകദേശം ഇവിടെ വരും എന്ന് വിചാരിച്ചോ. എക്സിൽ 2, വൈയിൽ 5 ഏകദേശം ഇവിടെ വരും എന്ന് വിചാരിച്ചോ. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന പോയിന്റ്, മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഏകദേശം എവിടെ വരും? ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത പോയിന്റ് ഏകദേശം ഇവിടെ വരും എന്ന് വിചാരിച്ചോ. അപ്പൊ ഈ പോയിന്റ് ആണ് എന്ത്? 2, 5 എന്ന് പറയുന്ന പോയിന്റ്. സെറ്റാണല്ലോ? ഇനി ഇതിന് പാരലൽ ആയിട്ട് സമാന്തരമായിട്ട്, ഏതിന്? എക്സ് ആക്സിസിന് സമാന്തരമായിട്ട്. ഏതാണ് എക്സ് ആക്സിസ്? ഏതാണ് എക്സ് അക്ഷം? മക്കളെന്ന് പറഞ്ഞ് ഇതാണ് എക്സ്, ഇതാണ് വൈ അല്ലെ? ഇതാണ് എന്ത്? വൈ. അപ്പോ ഈ എക്സിന് പാരലായിട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വര എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു വര കടന്നു പോകുമ്പോ അത് എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ട് കടന്നു പോകുമ്പോ ഏത് ബിന്ദുവിലൂടെയാണ് എന്നാണ് ചോദ്യം. എന്താണ്? ബിന്ദുവിലൂടെ എക്സ് അക്ഷത്തിന് സമാന്തരമായി ഒരു വര വരക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ബിന്ദുവിലൂടെയാണ് ഈ വര കടന്നു പോകുന്നത്? എടാ, ഈ വര കടന്നു പോകുന്നത് ഏതിലൂടെയാണ്? നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ വര കടന്നു പോകുന്നത് ഏത് ബിന്ദുവിലാണ്? ഈ ബിന്ദുവിലൂടെയാണ് ഈ വര കടന്നു പോകുന്നത്. അത് ഏതാണ്? പോയിന്റ് വൈ ആണെങ്കിൽ എക്സ് 0 അപ്പൊ എക്സ് 0 ഉള്ളത് നോക്കാം. വൈ എത്രയാണ്? 5. അപ്പൊ എക്സ് 0 വൈ 5 വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. റെഡി ആണല്ലോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എക്സ് ആക്സിസിന് സമാന്തരമായിട്ടാണ് വര കടന്നു പോകുന്നതെങ്കിൽ അതിന്റെ വൈ മാറില്ല. വൈ 5 ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയാണ്? വൈ 5 തന്നെയാണ്. 1 മാർക്കിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. സെറ്റ് ആണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എന്താ? The center of the circle is 2, 1. ഒരു വൃത്തത്തിന്റെ കേന്ദ്രം 2, 1 ആണ്. And 8, 9 is the point on it. 8, 9 ഇതിലുള്ള ഒരു പോയിന്റ് ആണ്. Calculate the radius of circle. വൃത്തത്തിന്റെ ആരം കണക്കാക്കുക. എന്താണ്? കേന്ദ്രം 2, 1 വൃത്തത്തിലെ ഒരു ബിന്ദു 8, 9 ആണെങ്കിൽ വൃത്തത്തിന്റെ ആരം കണക്കാക്കാനാണ് ചോദിച്ചത്. വൃത്തത്തിന്റെ ആരം. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുലയാണ് വേണ്ടത്. നമ്മളൊരു വൃത്തം വരയ്ക്കാന്ന് വിചാരിച്ചു. നമ്മുടെ കയ്യിൽ ഒരു സർക്കിൾ ഉണ്ട് എന്ന് വിചാരിക്കാം. നമ്മുടെ കയ്യിൽ ഒരു സർക്കിൾ ഉണ്ട് എന്ന് വിചാരിച്ചോ. സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു സർക്കിൾ ഉണ്ട് എന്ന് വിചാരിക്കണം. അതിനൊരു സെന്റർ ഉണ്ട് എന്ന് വിചാരിക്കാം. ഇവിടെ ആയിട്ട് ഒരു സെന്റർ വരുന്നുണ്ട് എന്ന് വിചാരിക്കാം. ആ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകൾ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 2, 1 ആണെന്ന് തന്നിട്ടുണ്ട്. എത്രയാണ്? 2, 1. എന്നിട്ട് ഒരു പോയിന്റ് ഇതിലുണ്ട്. ഇതാണ് ആ പോയിന്റ് എന്ന് വിചാരിച്ചോ. അത് എത്രയാണെന്ന് തന്നത്? 8, 9 8, 9 ആണെന്നും തന്നു.
ദെൻ ക്വസ്റ്റ്യൻ എന്താ, വൃത്തത്തിന്റെ കേന്ദ്രം തന്നു, ഒരു ബിന്ദു തന്നു, വൃത്തത്തിന്റെ ആരം റേഡിയസ് ആണ് കണക്കാക്കേണ്ടത്. അപ്പൊ വൃത്തത്തിന്റെ ആരം ഞാനൊന്ന് വരക്കാണ്. വൃത്തത്തിന്റെ ആരം ഏതാ, ഈ രണ്ട് പോയിന്റും യോജിപ്പിക്കുന്നതാണ് എന്ത്, വൃത്തത്തിന്റെ ആരം അഥവാ റേഡിയസ് എന്ന് പറയുന്നത്. ഇനി ഒന്ന് നോക്കിക്കേ, ഈ ആരത്തിന്റെ റേഡിയസിന്റെ നീളം കാണാൻ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അകലം കണ്ടാൽ മതി. എടാ ഡിസ്റ്റൻസ് കാണാൻ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താ, ഡി, ഡിസ്റ്റൻസ് അകലം, ഡി സമം റൂട്ട് ഓഫ് x1 minus x2 whole square plus y1 minus y2 whole square. ഈ ഇക്വേഷൻ ഒന്നും ഇതേപോലെ ഇങ്ങനെ എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലം കാണാൻ പറഞ്ഞാൽ റൂട്ട് ആദ്യം കൊടുക്കുക, റൂട്ട് ഓഫ്. എന്നിട്ട് ശ്രദ്ധിച്ചോ, ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചോ, മക്കൾ നന്നായിട്ട് ശ്രദ്ധിച്ചോ. അതായത് 2, 1 എന്ന് പറയുന്ന പോയിന്റും 8, 9 എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കാണുന്നത്. ഒന്ന് നോക്കിക്കേ, ഇവിടെ x 2 ആണ്, ഇവിടെ x എത്രയാണ്, 8 ആണ്. അപ്പൊ ഈ x ഇവിടെ 2 ഇവിടെ വന്നപ്പോ എത്രയായി മാറി, 8 ആയി മാറി. 2 8 ആവണമെങ്കിൽ എത്ര കൂടണം, 2 8 ആവണമെങ്കിൽ എത്ര കൂടണം, 6 കൂടണം. അപ്പൊ 6² പ്ലസ് അടുത്തത് ഇവിടെ y എത്രയാണ്, 1, ഇവിടെ y എത്രയാണ്, 9. ഈ 1 9 ആയി മാറണമെങ്കിൽ എത്ര കൂടണം, 8 കൂടണം, അതായത് 8². സെറ്റ് ആണല്ലോ. അതായത് എക്സിൽ വന്ന മാറ്റം സ്ക്വയർ, വൈയിൽ വന്ന മാറ്റം, x 2 8 ആയി, എത്ര കൂടി, 6. അപ്പൊ 6ന്റെ സ്ക്വയർ. 1 9 ആയി, എത്ര കൂടി, 8 കൂടി, അപ്പൊ 8ന്റെ സ്ക്വയർ. അങ്ങനെയെങ്കിൽ ഇതിന്റെ ബാക്കി d സമം റൂട്ട് ഓഫ് 6ന്റെ സ്ക്വയർ എത്രയാണ്, 36 പ്ലസ് 8ന്റെ സ്ക്വയർ എത്രയാണ്, 64. റൂട്ട് ഓഫ് 36ഉം 64ഉം കൂട്ടിയാൽ എത്രയാണ്, 100. d സമം റൂട്ട് 100 എത്രയാണ്, 10 ആണ്. അപ്പൊ നമുക്ക് റേഡിയസ്, ആരം, ഡിസ്റ്റൻസ് എത്ര കിട്ടി, 10. അപ്പൊ r സമം 10 നമുക്ക് കിട്ടി. സെറ്റ് ആണല്ലോ. വളരെ എളുപ്പത്തിലുള്ള 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തത്. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പോവാം. സെറ്റ് ആണല്ലോ. ഒന്ന് നോക്കിക്കേ മക്കളെ, നന്നായിട്ട് ശ്രദ്ധിച്ചോ. 4 മാർക്കിന്റെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. In the picture, ABCD is a rectangle with the side parallel to the axis. എടാ ഇതൊരു റെക്ടാങ്കിൾ ആണ്. ഇതിന്റെ സൈഡ് എന്തിന് തുല്യമാണ്, ആക്സിസിനോട് തുല്യമാണ്, അക്ഷങ്ങളോട് തുല്യമാണ്. Then write the coordinates of the vertices B and D. B യുടെ സൂചക സംഖ്യയും D യുടെ കോർഡിനേറ്റ്സും കാണണം. റെഡി? Then calculate the length of AB. AB യുടെ നീളം കാണണം. Then calculate the length of AC. AC യുടെ നീളവും കാണണം. സെറ്റ് ആണല്ലോ. യെസ്. അപ്പൊ ആദ്യം നമ്മളോട് ചോദിച്ചത് എന്താണ്, മലയാളം ചോദ്യം കേട്ടോ. എന്താ, ABCD ചതുരമാണ്, അതിന്റെ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ബി ഡി എന്നീ മൂലകളുടെ സൂചക സംഖ്യകൾ എഴുതുക. ബിയുടെ സൂചക സംഖ്യ എഴുതണം, ഡിയുടെ സൂചക സംഖ്യ എഴുതണം. ദെൻ എ ബിയുടെ നീളം, എബിയുടെ നീളം കണക്കാക്കണം, എസിയുടെ നീളവും നമുക്ക് എന്ത് ചെയ്യണം, കണ്ടെത്തണം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ മക്കളെ. അങ്ങനെയെങ്കിലും ഒന്ന് നോക്കിക്കേ. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ബി ആണ്, ബിയുടെ സൂചക സംഖ്യ. എടാ ബിയുടെ സൂചക സംഖ്യ നമ്മൾ പഠിച്ചിട്ടുണ്ട്. y ആക്സിസിന് പാരലൽ ആണെങ്കിൽ ഇത് നോക്കിയാൽ ഇങ്ങനെയാണ് നമ്മുടെ അക്ഷം വരിക. ഇത് y ആക്സിസിന് സമാന്തരമാണ്. yക്ക് സമാന്തരമാണെങ്കിൽ എക്സിന് മാറ്റം ഉണ്ടാവോ, ഇല്ല. yക്ക് സമാന്തരമാണെങ്കിൽ എക്സിന് മാറ്റം ഉണ്ടാവില്ല. അപ്പൊ മുകളിൽ 10 ആണെങ്കിൽ ഇവിടെ താഴെയുള്ള എക്സും എത്രയായിരിക്കും, 10 ആയിരിക്കും. ഇനിയോ എക്സിന് സമാന്തരമാണെങ്കിൽ വൈക്ക് എന്തില്ല, മാറ്റമില്ല. അപ്പൊ y എത്രയായിരിക്കും, 5. അപ്പോ ബിയുടെ സൂചക സംഖ്യ കിട്ടി, എത്രയാണ്, 10, 5. സെറ്റ് ആണല്ലോ. ഇനി ഡിയുടെ സൂചക സംഖ്യ കാണണം. ഡിയുടെ സൂചക സംഖ്യ കാണാൻ പോവാം. ഒന്ന് നോക്കിക്കേ. വൈക്ക് സമാന്തരമാണെങ്കിൽ എക്സിന് എന്തില്ല, മാറ്റമില്ല. അപ്പൊ എക്സ് എന്ത് തന്നെയാണ്, 2. വൈ അല്ലെ, എക്സിന് സമാന്തരമാണെങ്കിൽ വൈക്ക് മാറ്റമില്ല. അപ്പൊ വൈ എത്രയാണ്, 11 ആണ്. അപ്പൊ എത്ര കിട്ടി, 2, 11. സെറ്റ് ആണല്ലോ. ക്ലിയർ. അപ്പൊ എ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി, ബിയുടെ സൂചക സംഖ്യ കിട്ടി, ഡിയുടെ സൂചക സംഖ്യ കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, കാൽക്കുലേറ്റ് ലെങ്ത് ഓഫ് എ ബി. എ ബിയുടെ നീളം കാണണം. എ ബി സമം റൂട്ട് ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. എ മുതൽ ബി വരെ. ഇവിടെ എ എക്സ് കോർഡിനേറ്റ് ചെയ്താൽ 2. ഈ 2 ഇവിടെ എത്തിയപ്പോൾ എത്രയായി, 10 ആയി. 2 ശ്രദ്ധിക്കണേ, 2 ഇവിടെ എത്തിയപ്പോൾ എത്രയായി, 10. 2 10 ആവണമെങ്കിൽ എത്ര കൂട്ടി, 2 10 ആവണമെങ്കിൽ 8 കൂട്ടി. 2 10 ആവണമെങ്കിൽ എത്ര കൂട്ടിയത്, 8² പ്ലസ് അടുത്തതോ 5 ഇവിടെ വന്നപ്പോ എത്ര തന്നെയാണ്, 5 തന്നെ.
5 ഇവിടെ വന്നപ്പോ എത്ര തന്നെയാണ്? 5 തന്നെയാണ്. അപ്പൊ ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് ഇല്ല. അപ്പൊ 0. ചേഞ്ച് ഇല്ല. എത്രയാണ്? 0. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് 8ന്റെ സ്ക്വയർ എത്രയാണ്? 64. 64ന്റെ റൂട്ട് എത്രയാണ്? 8. അപ്പൊ എ ബിയുടെ നീളം കിട്ടി. എത്രയാണ്? 8. ക്ലിയർ. അടുത്തത് നമുക്ക് കാണാനുള്ളത് ഏതാണ്? എ സി ആണ് കാണാനുള്ളത്. എ സി സമം റൂട്ട് ഓഫ് ഏതാ? എ സി. മക്കളെ നിങ്ങൾ പറഞ്ഞേ ഏതാ എ സി? എയിൽ നിന്നും സിയിലേക്കുള്ള ഈ അകലത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? എ സി എന്ന് പറയാ. നിങ്ങളൊന്ന് പറഞ്ഞേ, ഇവിടെ x2 ഇവിടെ വന്നപ്പോ എത്രയായി? 10 ആയി. ഈ 2 ഇവിടെ വന്നപ്പോ എത്രയായി? 10 ആയി മാറി. അപ്പൊ എ സി സമം 2 10 ആവണമെങ്കിൽ എത്ര കൂടി? 8² പ്ലസ്. ഇനി ഒന്ന് നോക്കിക്കേ, ഈ 5 ഇവിടെ വന്നപ്പോ എത്രയായി? 11. 5 11 ആവണമെങ്കിൽ എത്ര കൂട്ടി? 6² സമം റൂട്ട് ഓഫ് 8ന്റെ സ്ക്വയർ 64 പ്ലസ് 6ന്റെ സ്ക്വയർ എത്രയാണ്? 36 സമം റൂട്ട് 100. റൂട്ട് 100 എത്രയാണ്? 10 കിട്ടി. അങ്ങനെയെങ്കിൽ എ സിയുടെ നീളം എത്രയാണ് കിട്ടിയത്? 10 ആണ് കിട്ടിയത്. 4 മാർക്കിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമ്മളോട് ഡിയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് സൂചക സംഖ്യ കാണാൻ വേണ്ടി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എ ബിയുടെ നീളം കണ്ടു. അത് കഴിഞ്ഞിട്ട് എ സിയുടെ നീളം കണ്ടു. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഇവിടെ ഒരു ചിത്രമൊക്കെ ഉണ്ട്. എന്തുണ്ട്? ചിത്രമുണ്ട്. ഇൻ ദി പിക്ചർ ABC is an equilateral triangle. ഇതൊരു equilateral triangle ആണ്. What is the length of side of the triangle? ഈ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം എത്രയായി? B. Calculate the coordinates of C. ഇതിൽ C യുടെ സൂചക സംഖ്യ എത്ര? എന്നിട്ടോ draw coordinate axis. Draw equilateral triangle with 2 1 and -2 1 2 vertices. എന്താ സംഭവം? ചിത്രത്തിൽ എ ബി സി ഒരു സമഭുജ ത്രികോണമാണ്. ചിത്രത്തിൽ എ ബി സി എന്താണ്? ഒരു സമഭുജ ത്രികോണം. ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം കാണും. ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം. സിയുടെ സൂചക സംഖ്യ ഏതാ? സി. ഇതാണ് സി. സിയുടെ സൂചക സംഖ്യ കണ്ടെത്തണം. യെസ്. എന്നിട്ടോ 2 1 -2 1 എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. ഇവ മൂലകളിലായി വരുന്ന സമഭുജ ത്രികോണം വരയ്ക്കുക. സെറ്റാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കാം. ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കിക്കേ. ഇവിടെ നമുക്ക് ഒരു സമഭുജ ത്രികോണം, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇത് -2 ആണ്, ഇത് +2 ആണ്. റെഡി ആണല്ലോ. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താ? 3 വശങ്ങളുടെ നീളവും എന്തായിരിക്കും? തുല്യം. അപ്പൊ ഏതെങ്കിലും ഒരു വശത്തിന്റെ നീളം കിട്ടിയാൽ ബാക്കി എല്ലാ വശത്തിന്റെ നീളവും സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ -2 ആണ്. ഇതെന്താണ്? -2 ആണ്. ഇതെന്താണ്? 2. അപ്പൊ നോക്കിക്കേ, -2 പൂജ്യത്തിൽ എത്തണം, പിന്നെ 2ലേക്ക് എത്തണം. എത്രയാണ് ഡിസ്റ്റൻസ്? ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാന്ന് നോക്കിക്കേ. -2 -1 ആവണം, 0 ആവണം, 1 ആവണം, 2 ആവണം. അപ്പൊ 1, നന്നായിട്ട് ശ്രദ്ധിച്ചോ. 1 2 3 4 എത്ര കൂടുന്നുണ്ട്? 4 കൂടുന്നുണ്ട്. അപ്പൊ എ ബിയുടെ ലെങ്ത് എ ബി സമം എത്രയാണ്? 4 ആണ്. എടാ എ ബി 4 ആണെങ്കിൽ എ സിയും എത്രയായിരിക്കും? 4 ആണ്. ബി സിയും എത്രയായിരിക്കും? 4 ആയിരിക്കും. അപ്പൊ ഈ സമഭുജ ത്രികോണത്തിന്റെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 വശത്തിന്റെയും നീളം എത്രയാണ്? 4 ആണ്. സെറ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ ബി ക്വസ്റ്റ്യൻ മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചോ. ബി ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പുറത്ത് ചെയ്യാൻ പോവാ. എടാ നമുക്ക് എന്താ കാണേണ്ടത്? ബി ക്വസ്റ്റ്യൻ നമുക്ക് കാണേണ്ടത് എന്താ? സിയുടെ കോർഡിനേറ്റ് കാണണം. സിയുടെ കോർഡിനേറ്റ്. അതിന് ഞാൻ ഈ ചിത്രം ഒന്ന് മാറ്റി വരക്കണം. ഈ ചിത്രത ഇങ്ങനെ ഇതൊന്ന് മാറ്റി വരക്കണം. ഓക്കെ. എന്തിനാ ഇത് മാറ്റി വരക്കാൻ കാരണം? ഈ വരച്ച ത്രികോണം ഈ വശമാണ് ഈ വശം. റെഡി ആണല്ലോ. ഈ വശമാണ് ഈ വശം. റെഡി. ഈ വശമാണ് ഈ വശം. ഇനി നോക്കിക്കേ, ഞാൻ ഇതിന് പേര് കൊടുക്കാൻ പോവാണ്. ഇവിടെ സി ആണ് കൊടുക്കുന്നത്, ഇവിടെ എ ആണ് കൊടുക്കുന്നത്, ഇവിടെ ഞാൻ പി കൊടുക്കാൻ പോവാണ്. റെഡി. ഇനി ഒന്ന് നോക്കിക്കേടാ, ഇതിന്റെ ആകെ നീളം നമുക്ക് എത്രയാ കിട്ടിയത്? 4 ആണ് കിട്ടിയത്. അപ്പൊ ഈ ഭാഗത്തിന്റെ നീളം എത്രയായിരിക്കും? 2. അപ്പൊ ഈ ഭാഗത്തിന്റെ നീളം എത്രയാണ്? 2. ഇനി ഇതിന്റെ ആകെ നീളം 4 ആണെങ്കിൽ ഇതിന്റെയും ആകെ നീളം എത്രയാണ്? 4. അപ്പൊ ഈ കാണുന്നതിന്റെ നീളം എത്രയായിരിക്കും? 4 ആയിരിക്കും. ഇനി നമുക്ക് കാണുന്നത് പി സിയുടെ നീളമാണ്. അതിന് നമ്മൾ പൈതഗോറസ് തിയറമാണ് എടുക്കുന്നത്. പി സി സ്ക്വയർ സമം റൂട്ട് ഓഫ് പി സി സമം മതി. പി സി സമം എന്താണ്? 2² + 4². പൈതഗോറസ് തിയറം അല്ലേ? പ്ലസ് ആണോ? അല്ല, മൈനസ് ആണ്. എന്റെ ഭാഗത്ത് തെറ്റി. എന്താണ്? 4² - 2². സെറ്റ് ആണല്ലോ. 4ന്റെ സ്ക്വയർ എത്രയാണ്? 16 - 4 എത്ര കിട്ടി? 12. എന്ത്? പി സി സ്ക്വയർ ആണ് 12. അപ്പൊ പി സി സമം
റൂട്ട് 12. റൂട്ട് 12 എത്രയാ? റൂട്ട് ഓഫ് 12നെ 4 × 3 എഴുതുകയാണ് ഞാൻ. 12നെ എങ്ങനെ എഴുതുന്നത്? 4 × 3. 4ന്റെ റൂട്ട് 2 ആണ്, ബാക്കി ഇവിടെ റൂട്ട് 3. അപ്പൊ പി സിയുടെ നീളം നമുക്ക് എത്ര കിട്ടി? 2√3 കിട്ടി. പി സിയുടെ നീളം എത്ര കിട്ടി? 2√3. ഇനി ഒന്ന് നോക്കിക്കേ, ഈ സി കിടക്കുന്നത് ഏത് ആക്സിസിലാണ്? വൈ ആക്സിസിലാണ്. വൈ ആക്സിസിലാണെങ്കിൽ അതിന്റെ എക്സ് കോർഡിനേറ്റ്, സിയുടെ കോർഡിനേറ്റ് ആണ് കാണുന്നത്. വൈ ആക്സിസിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? 0 ആണ്. ബാക്കി ഇതിന്റെ ഹൈറ്റ് നമുക്ക് എത്ര കിട്ടിയത്? 2√3 ആണ് കിട്ടിയത്. അപ്പോ 2√3. അപ്പൊ സിയുടെ സൂചക സംഖ്യ നമുക്ക് കിട്ടി 0, 2√3. സെറ്റ് ആണല്ലോ. വെരി സിമ്പിൾ. നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് പൈതഗോറസ് തിയറമാണ്. ഇത് ലംബമാണ്, ഇത് പാദമാണ്, ഇത് കർണമാണ്. അപ്പൊ കർണം സ്ക്വയറിൽ നിന്നും പാദം സ്ക്വയർ കുറച്ചാൽ എന്ത് കിട്ടൂ? ലംബം കിട്ടൂ. ഹൈപ്പോടെന്യൂസ് സ്ക്വയറിൽ നിന്നും ബേസ് സ്ക്വയർ മൈനസ് ചെയ്താൽ എന്ത് കിട്ടുള്ളൂ? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കിട്ടുള്ളൂ. സെറ്റ് ആണല്ലോ. ഇനി ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, സി ക്വസ്റ്റ്യൻ. എന്താ സി ക്വസ്റ്റ്യൻ? സൂചകാക്ഷങ്ങൾ വരച്ച്, അതായത് ഗ്രാഫ് വരച്ച് 2, 1, -2, 1 എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. ഇവ മൂലകളായി വരുന്ന സമഭുജ ത്രികോണം വരയ്ക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് ഏതൊക്കെയാണ്? 2, 1 അടയാളപ്പെടുത്തണം, -2, 1 അടയാളപ്പെടുത്തണം. ഇത് രണ്ടുമാണ് നമുക്ക് അടയാളപ്പെടുത്താനുള്ളത്. അപ്പൊ നോക്കാം. അപ്പൊ ഗ്രാഫ് ഉണ്ട്, ഞാൻ ഗ്രാഫ് ഒന്ന് കൊടുക്കാണ്. ഇത് 1, ഇത് 2, ഇത് 3, ഇത് എത്രയായിരിക്കും? 4. ഇവിടെയോ -1, -2, -3, -4. ഇങ്ങോട്ടോ -1, -2, -3. ഇവിടെ എത്രയാണ്? -4. ഇത് സൂചകാക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ആക്സിസ് വരക്കണം. ഇവിടെയോ 1, 2, 3, 4 ഇത്രയും വരച്ചു. സെറ്റ് ആണല്ലോ. ഇനി 2 പോയിന്റ് നമ്മളോട് അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് 2 പോയിന്റ്? 2, 1. എക്സിൽ 2, എക്സിൽ നോക്കോ, എക്സിൽ 2, വൈയിൽ 1. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇതാ, ഈ പോയിന്റാ. എന്താ? എക്സിൽ 2, വൈയിൽ 1. ഏതാ പോയിന്റ്? ഇതാ പോയിന്റ്. ആ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഇതാ ഈ പോയിന്റ് എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ അടയാളപ്പെടുത്താണ് 2, 1. സെറ്റ് ആണല്ലോ. അടുത്തതോ എക്സിൽ -2, -2, വൈയിൽ 1. ഏതാ പോയിന്റ്? ഇതാ ഈ കാണുന്ന പോയിന്റ് ആണ്. 2, 1. ഈ കാണുന്ന പോയിന്റ് അത് നമ്മൾ അടയാളപ്പെടുത്താണ് 2, 1. ഈ കാണുന്ന പോയിന്റ് അടയാളപ്പെടുത്തി -2, 1. എന്നിട്ട് ഇത് മൂലകളായിട്ട് വരണം. അപ്പൊ ഞാൻ ഇതിനൊന്നൊരു വശമാക്കി വരക്കാണില്ല. ഈ 2 പോയിന്റ് യോജിപ്പിക്കാണില്ല. ഈ 2 പോയിന്റ് എന്ത് ചെയ്തു? യോജിപ്പിച്ചു. അപ്പൊ ത്രികോണത്തിന്റെ ഒരു വശം കിട്ടി. എടാ, ഒരു സമഭുജ ത്രികോണം, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരക്കാൻ ഒരു വശം കിട്ടിയാൽ പോരെ? ഈ വശം കോമ്പസിൽ അളക്കുന്നു, എന്നിട്ട് ഇവിടേക്കും ചാപം വരക്കുന്നു, ഇത് ജോയിൻ ചെയ്യുന്നു. എന്താ ചെയ്യാം? ഈ വശം കോമ്പസിൽ അളന്നെടുക്കുന്നു, എന്നിട്ട് കോമ്പസ് ഇവിടെ കുത്തി ആ ലെങ്ത് ഇവിടേക്കും ഇവിടുന്ന് ഇവിടേക്കും ചാപം വരച്ച് ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? യോജിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ കോമ്പസിൽ ഈ ലെങ്ത് അളന്നെടുക്കാണ്. കോമ്പസ് ഈ ലെങ്ത് അളന്നെടുത്തിട്ട് ഇവിടേക്കും എന്ത് ചെയ്യാണ്? ചാപം വരക്കാണ്. ആ ചാപം വരച്ചതിന് ശേഷം നമ്മൾ ആ 2 ലൈൻ എന്ത് ചെയ്യാണ്? ഇതേപോലെ സ്കെയിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് കിട്ടിയ ചിത്രമാണ് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. എന്താണ് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ? സമഭുജ ത്രികോണം. അതിന്റെ ഒരു വശം നമുക്ക് കിട്ടി. നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഒരു വശം നമുക്ക് കിട്ടി. ഒരു സൈഡ് കിട്ടിയാൽ നമുക്ക് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം. ഇത് നമ്മൾ കോമ്പസിൽ അളന്നെടുത്തു. എന്നിട്ട് ഇവിടെ കുത്തി ഇങ്ങോട്ടേക്കൊരു ചാപം വരച്ചു, ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടേക്കൊരു ചാപം വരച്ചു. അത് രണ്ടും നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. സെറ്റ് ആണല്ലോ. അപ്പോ ഇന്ന് നമ്മൾ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ, സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ SCRT മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. എന്റെ മക്കൾ നിർബന്ധമായും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. ഈ ചാപ്റ്ററും 11ാമത്തെ ചാപ്റ്ററായ ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററും ക്ലബ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അധികവും കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ചാപ്റ്ററിന്റെ റിവിഷന്റെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തി ചെയ്യുന്നതായിരിക്കും. അപ്പോ നമ്മുടെ റിവിഷൻ റിവിഷൻ ബാച്ച് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ അടുത്ത വർഷം വരാൻ പോകുന്ന 2026 SSLC 8, 9, 10 ക്ലാസ്സിന്റെ ഫുൾ ചാപ്റ്റർ കണ്ടന്റ് വൈസ് വീഡിയോസ് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ആ ബാച്ചിലാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനടി താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് ഉടൻ ബന്ധപ്പെടുക. അതുപോലെ ഈ വർഷം 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടി മാത്രം നമ്മൾ റിവിഷൻ തികച്ചും ഫ്രീ ആയിട്ട് നടത്തുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് നോട്ട്സ്, കൺസെപ്റ്റ് എല്ലാം അവൈലബിൾ ആയിരിക്കും. അതിലേക്കാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ മെസ്സേജ് അയക്കുക. റെഡിയാണല്ലോ. ആ കോഴ്സുകൾ തികച്ചും ഫ്രീ ആണ്. അപ്പോൾ എന്റെ മക്കൾ നന്നായിട്ട് പഠിച്ച് സെറ്റായിട്ട് പരീക്ഷയ്ക്ക് പോവുക. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.